എഫെസ്യലേഖനം 1-4 ഇപ്രകാരം പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരുന്നതിന് ദൈവം ലോക സ്ഥാപനത്തിനുള്ളിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ലോകത്തിന് അടിസ്ഥാനപ്പെടുന്നവർക്ക് സക്കായിയെ ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷെങ്കിൽ ഇപ്പോഴാണ് സക്കായിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, പത്രോസിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഗന്നേസരത്ത് തടാകത്തിലേക്ക് വന്നതുപോലെ സക്കായിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ആരും കാട്ടത്തിയുടെ ചുവട്ടിൽ കൂടെ പോയപ്പോൾ ആളുകൾ നമ്മൾ വിചാരിക്കുന്ന യാദർശ്യമായിട്ടായിരിക്കും യേശു പുറകെ നോക്കിയത്. യാദർശികമല്ല. നീ ഞാൻ ദൈവസന്നിധിയിൽ വന്നത് യാദർശികമല്ല കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 15-16 ഇപ്രകാരം പറയുന്നു. എന്താ പറയുന്നത്? അവിടെ ഇപ്രകാരം പറയുകയോ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിലും ഞാനാ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. സക്കായിയെ ഇന്ന് നിന്നെ കാണുക എന്നുള്ളത് ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം തീരുമാനിച്ചതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി യേശുവിനെ കാണാനായി സക്കായി അത്തിയുടെ മുകളിൽ നദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. അത്തിയുടെ മുകളിൽ കയറിയിട്ട് സക്കായിയുടെ വിശേഷം അറിയാമോ? സക്കായിക്ക് പൊക്കം മതി യേശുവിനെ കാണാം, പക്ഷെ എന്നെ യേശു കാണാൻ. സക്കായിയുടെ ഉള്ളിലിരിക്കുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് യേശുവിനെ കാണാൻ ഭയമാണ്. അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്. പക്ഷെ യേശു സക്കായിയുടെ ഉള്ളിൽ ഒരു നന്മയുടെ മനുഷ്യനുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യനാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത്. എന്നാൽ അതിൽ ചുങ്കം വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ 100 വാങ്ങിക്കേണ്ട സ്ഥാനത്ത് 500 പിടിച്ചു വാങ്ങിക്കുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ സക്കായിയുടെ ഉള്ളിലുണ്ട്. ആ മനുഷ്യൻ യേശുവിനെ കാണണ്ട, എന്നാൽ നീതിയായി പ്രവർത്തിക്കുന്ന ഒരു എബ്രായനായിരിക്കുന്ന ഒരു യഹൂദനായിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ സക്കായിയുടെ ഉള്ളിലുണ്ട്. ഈ നല്ല മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഇതിന് മുകളിലേക്ക് കയറിയപ്പോൾ ഈ തിന്മയായ മനുഷ്യൻ സക്കായിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാപിയെന്ന് മുദ്ര കുത്തിയ ഒരു മനുഷ്യൻ സക്കായിയുടെ ഉള്ളിലുണ്ട്. ആ മനുഷ്യൻ പറയുക, യേശുവിനെ എനിക്ക് കാണണ്ട. അതുകൊണ്ട് മറഞ്ഞിരുന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുക. നോക്കണമേ, യേശുവിനെ കണ്ടിട്ട് കൊണ്ടിരുന്ന് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സക്കായി നമ്മൾ വായിക്കും, മലയാളത്തിൽ വായിക്കുമ്പോൾ ബന്ധപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ബന്ധപ്പെട്ടെന്ന് അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ശ്രദ്ധിക്കണമേ. അപ്പോ പെട്ടെന്ന് യേശു വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ചുങ്കം പിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, സക്കായിയുടെ ആ വൃക്ഷത്തെ ശ്രദ്ധിക്കണം. ചുങ്കം പിരിക്കുന്ന, അന്യായമായി ചുങ്കം പിരിക്കുന്ന മനുഷ്യൻ യേശുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരാതെ ആ വൃക്ഷത്തിനകത്ത് ഒളിച്ചിരിക്കുമ്പോ നല്ല മനുഷ്യനായ സക്കായി പെട്ടെന്ന് ഇറങ്ങി. അപ്പൊ അടുത്ത് നിൽക്കുന്ന ചുമ്മാ പരിശോധന പറഞ്ഞു, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ യേശു പാപിയുടെ കൂടെ അത്താഴത്തിരിക്കാൻ പോകും. അപ്പൊ സക്കായി മാനസാന്തരപ്പെട്ടെന്ന് സക്കായിക്കും യേശുവിനും പിന്നെ അങ്ങനല്ലേ? നമ്മൾ മാനസാന്തരപ്പെട്ട കാര്യം നമുക്കറിയാം, പിന്നെ യേശുവിനറിയാം, പിശാചിനറിയാം. പിശാച് ശക്തിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ യേശു ചെയ്തു, പാപികളുടെ അത്താഴം കഴിക്കാൻ പാപിയുടെ വീട്ടിൽ പോയിരിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, ഈ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. കണ്ടോ? അപ്പോ യേശു ചുങ്കക്കാരന്റെ വീട്ടിൽ പോകുന്നത് ഈ പരിശുദ്ധ കൂടെ എന്തിനാ ചോദിച്ചാൽ യേശു എന്താ ചെയ്യുന്നത്? യേശുവിനെ കുറ്റം ചുമത്തുവാൻ കാരണമുണ്ടോ എന്ന് പറഞ്ഞ വിശ്വാസത്തിലൂടെ പിശാചിന് ഗുണങ്ങളുണ്ട് കേട്ടോ. എന്തിനാ ചോദിച്ചാൽ നീ ഞാൻ ചെയ്യുന്ന കാര്യം കുറ്റപ്പെടുത്താൻ.
സ്വതന്ത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ അപവാദം പറയുക, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ സാക്ഷി പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ കുറ്റം പറയാം, പ്രസംഗിക്കുന്ന നിനക്കെതിരെ കുറ്റം പറയാം, നിന്റെ ഭവനത്തിനകത്തുനിന്ന് തന്നെ കുറ്റം പറയുക. പിശാച് പലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. ആളുകളുടെ സ്തോത്രത്തിൽ നിന്ന് യേശുവിനെ കുറ്റം പറയാൻ പ്രത്യേകം പിശാച്, യേശുവിനെ കുറ്റം പറയാൻ പ്രത്യേകിച്ച് കുറ്റം പറയാൻ ലൈസൻസ് കൊടുത്ത് പിശാച് ചിലരെ സമയക്കണം. യാക്കോബിനെ വാഴ്കൊണ്ട് വന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് പറഞ്ഞിട്ട് പത്രോസിനെ ആദ്യം പ്രസാദം വന്നത് സ്തുതിക്കുന്നവർക്ക് ആദ്യം സന്തോഷം. പത്രോസിനെ സ്തുതിച്ചു. അപ്പം യേശു എന്താ ചെയ്യുന്നത്? ഈ സക്കായിയുടെ വിഷയത്തിൽ യേശു എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പരിശുദ്ധന്റെ കൂടെ പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഈ ചുക്കം വാങ്ങിച്ച പുള്ളി ഇപ്പൊ സക്കായിയുടെ കൂടെ ഇല്ല. പുള്ളി അവിടെ ചെന്നപ്പോ സക്കായി പറയാ, കർത്താവേ, ഞാൻ അധികമായി വാങ്ങിച്ച് 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. കണ്ടോ, പിടിച്ച് വാങ്ങിച്ച പുള്ളി ഇപ്പൊ ഉണ്ടോ കൂടെ? ഉണ്ടോ? ഇല്ല. ഈ പുള്ളിക്കാരൻ കൂടെ വരുന്നുണ്ടോ? നമ്മളെ ദൈവമില്ലാത്ത പലതും ചെയ്യുന്നത്. ഈ പുള്ളിയെ നമ്മളെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ പരിശുദ്ധൻ അവിടെ ചെന്നപ്പോ ഇവൻ ചെയ്യുന്നത് എന്താന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ അന്യായമായി വാങ്ങിച്ചത് എല്ലാം 4 മടങ്ങ് ദരിദ്രർക്ക് കൊടുക്കും. എന്നിട്ട് അടുത്ത പറഞ്ഞത് വസ്തുവകയിൽ പാതി ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പാതി വസ്തു അന്യായമായി വാങ്ങിച്ചു. അപ്പോഴും പുള്ളിക്ക് മാറ്റമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സാക്ഷ്യമുണ്ട്, ആരാധനയുണ്ട്. നന്ദിയോടെ ദൈവത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നന്മ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഭൂമി എല്ലാവരുടെയും അവകാശപ്പെട്ടതാണോ? നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതിന് നീക്കുന്നവരാണോ നിത്യതയെ പോകത്തില്ല. പണ്ടയുടെ അതിന് നീക്കരുതെന്ന ദൈവം അവ പകുതി വസ്തു അന്നേരം വിൽക്കാൻ പറ്റില്ല, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് സത്യ തീരുമാനമെടുത്തു. അന്നേരം തന്നെ കാശ് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ കാശ് സമ്പാദിക്കണം അല്ലേ? 10 ലക്ഷം ഇവിടെ വരുന്നതൊക്കെയാ പറയുന്നത്. നമുക്ക് ഭൗതികമൊക്കെ ആവശ്യമാണ്. എന്നാൽ യേശു ആദ്യം കാശ് കൊടുക്കുന്നത് കാണുന്നുണ്ട് സുവിശേഷത്തിൽ. ഭക്ഷണം കൊടുത്ത് ഉടുപ്പില്ലാത്തവർ കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ള സമ്പത്ത് നമുക്ക് തരുമെന്നുള്ള സത്യമാണ്. പക്ഷെ സമ്പത്തിൽ മാത്രം നമ്മൾ ഉടുവൻ കൊടുക്കരുത്. ആരെയും സ്തോത്രം ചെയ്യുന്നു, ആരെയും നോക്കണമേ. അപ്പൊ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറ്റപ്പെടുത്തുവാനും സക്കായിയെ കുറ്റപ്പെടുത്തുവാനും അവർ ലജ്ജിച്ചുപോയി. നന്ദിയോട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ മനസ്സുണ്ടോ? ഇത് കണ്ടപ്പോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഈ സക്കായി കാണാതെ പോയ ആളായിരുന്നു. കാണാതെ പോയ ആളിനെ തിരഞ്ഞെടുച്ച് മനുഷ്യപുത്രൻ വന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോക സൗഖ്യം ഉണ്ടാകണമെങ്കിൽ അന്യായമായി ആരുടെയും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെയെങ്കിലും പൈസ കടം വാങ്ങിച്ചിട്ട് ഇന്നുവരെ കൊടുക്കാതിരിപ്പുണ്ടോ? ഇപ്പം കൈ കൊടുക്കാനില്ല, തീരുമാനമെടുക്കണം. എന്നാലേ അബ്രഹാമിന്റെ മകനാകണം. യേശു ആലയത്തിൽ ചെന്നപ്പോ 18 സംവത്സരമായി കൂനിയായ ഒരു സഹോദരി കടന്നു വരികയാണ്. യേശു ഉപദേശം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു, അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്ത്രീയെ ദുരാത്മാവോടെ ബന്ധിച്ചിരിക്കുകയായിരുന്നു.
അപ്പൊ ഈ സക്കായി പറഞ്ഞതുപോലെ ഒരു ക്രമീകരണയോട് വരുത്തി കാണും. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകളാകയാ ഇന്ന് ഇവർക്ക് വിടുതൽ ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മകനും മകളുമാകണമെങ്കിൽ ആരുടെ ക്രമീകരണങ്ങൾ ചെയ്യണം. ആരെ ക്രമീകരണമില്ലാതെ നീ ഞാനും അബ്രഹാമിന്റെ മകനും മകളുമാകത്തില്ല. ഇന്ന് മകനിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവനും അബ്രഹാമിന്റെ മകനാകയാ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ചില രോഗത്തിനൊന്നും വിടുതലില്ലാത്ത കാര്യമില്ല. ചില സാമ്പത്തിക നമുക്ക് ആവശ്യമുള്ള നന്മ ലഭിക്കാത്ത കാര്യമാണ് ഈ സാമ്പത്തിക ദൈവഹിതം കൊണ്ട്. അല്ലെങ്കിൽ എന്താന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്ന നന്മയെ എന്തുകൊണ്ട് നന്മയെ കൊണ്ട് ദൈവത്തെ തൊടിയിക്കണം അല്ലേ? ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിശാച് അതിനെ തകർക്കാൻ സാധിക്കില്ല. എങ്ങനെ ദൈവത്തെ കൊണ്ട് തൊടിയിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മയെ ദൈവത്തെ കൊണ്ട് തൊടിയിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഇത് കൊടുക്കാത്ത കാലം നന്ദിയോടെ ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞതല്ലേ, നമ്മുടെ അനുഗ്രഹത്തിന് വഴിയാണ് പറയുന്നത്. ഇതെന്താ? ഈ ദശാംശം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിയുമ്പോ ഇത് അന്യായമായ ദൈവത്തിന്റെ സമ്പത്ത് നീ മോട്ടിച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സമ്പത്ത് നീ കൊണ്ട് വെച്ചേക്കുക, അന്യായമായി വെച്ചേക്കുക. ഇത് നീ കൊടുക്കണം. എത്ര മടങ്ങ് കൊടുക്കണം? 5 മടങ്ങ് കൊടുക്കണം. നദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മകൻ ഈവനും അബ്രഹാമിന്റെ മകനാകയാണ്. ഭൗതിക നന്മ വരുന്ന വഴി അടഞ്ഞിരിക്കുകയാ. ആത്മീയ നന്മ വരുന്ന വഴി അടഞ്ഞിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നദിയോട് നമ്മളെ കൊണ്ട് നമ്മളെ വിടുതലിലേക്ക് നയിക്കാതെ വന്നു. നമ്മളെ കൊണ്ട് നമ്മളെ എത്തിക്കുന്ന ആത്മാവല്ലേ? അവൻ നമ്മളോട് പറയും നീ ഇന്നത് ചെയ്യാൻ പാടില്ല. അവൻ നമ്മളോട് പറയും ഇന്നത് ചെയ്യരുതെന്ന് പറയും. ചെയ്യണമെന്ന് ദൈവം പറയുന്ന കാര്യം നമ്മളോട് അവൻ പറയും ചെയ്യരുതെന്ന്. അപ്പൊ നമ്മൾ ബന്ധിക്കപ്പെടും. ഓരോ സ്ഥലം നമ്മളെ കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളെ ബന്ധിക്കും. നമ്മുടെ കയ്യിൽ കാലം കൊണ്ട് നമ്മളെ ബന്ധിക്കും. ദൈവം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കാലം കൊണ്ട് നമ്മളെ ബന്ധിക്കും. നേരിട്ട് ദൈവം ചെയ്യുന്ന വിഷയമുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യമുണ്ട്. അതാണ് വചനം പറഞ്ഞത്, സിംഹത്തിന്റെ വാണലിനെ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. മോശയോട് പറഞ്ഞു, മോശേ നിന്റെ വഴി തടഞ്ഞു നിൽക്കുന്ന ചക്രത്തിന് നേരെ വടി നീട്ടാൻ പറഞ്ഞപ്പോൾ മോശയുടെ കരത്തിന്മേൽ യഹോവയുടെ വലങ്കൈ വന്നിട്ട് ഒരു കിഴക്കൻ കാറ്റടിച്ച് നമ്മൾ കരം നീട്ടാതിരുന്നാൽ യഹോവയുടെ കരം നമ്മുടെ കരത്തിന്മേൽ വരത്തില്ല. നമ്മുടെ കരത്തിന്മേൽ വരത്തില്ല. ഒരു ചെങ്കടൽ കാറ്റടിച്ച് ചെങ്കടൽ വിഭാഗിച്ചു. ചെങ്കടൽ കൂടെ ജനമക്കര കടന്നു. മോശ വടി നീട്ടത്തില്ലെങ്കിൽ മോശയുടെ കൈക്കൽ യഹോവയുടെ കൈ വരത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം ദൈവം ചെയ്യും. പാറയിൽ അടിക്കാൻ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞിട്ട് അറിയാവുന്ന വിഷയമാണ്. പാറയിൽ അടിക്കാൻ പറഞ്ഞു. മോശ പാറയിൽ അടിച്ചപ്പോ വെള്ളം പുറപ്പെട്ടു. മോശ അടിക്കുന്നില്ലെങ്കിൽ വെള്ളം പുറപ്പെടത്തില്ല. ഞാൻ പാറയിൽ നിൽക്കും, പക്ഷേ ആർക്കും കാണത്തില്ല. നീ അടിക്കണം പാറയിൽ. അടിക്കുമ്പോഴേ വെള്ളം പുറപ്പെടണം. നമ്മൾ വടി വെച്ചോണ്ടിരിക്കുക. അടിക്കണം എന്ന് പറഞ്ഞാൽ വടിയെ കൈ വെച്ചോണ്ടിരിക്കുക. അടിക്കാത്തോളം വെള്ളം വരത്തില്ല കേട്ടോ. എലീശ പറഞ്ഞു, നീ ആഴത്തിൽ കുഴി കുഴിക്കാൻ പറഞ്ഞു. മഴ കാണത്തില്ല, കാറ്റ് കാണത്തില്ല, പക്ഷെ വെള്ളം ഒഴുകി വരും.
നീ കുഴിക്കാതിരുന്നെങ്കിൽ, താഴ്വരയിൽ കുഴി കുഴിക്കാതിരുന്നെങ്കിൽ വെള്ളം എവിടെ വന്ന് കിടന്നേനോ. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പക്ഷെ കുഴി കുഴിക്കുക എന്നുള്ളത് നിന്റെ കർത്തവ്യമാണോ? ഇന്ന് പകലിൽ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ കുഴി കുഴിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വരുന്ന വെള്ളം, ഒഴുകി വരുന്ന വെള്ളം. ഹല്ലേലൂയ. മന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിയുകയായിരുന്നു, ദൈവം നേരിട്ട് പൊഴിക്കുകയായിരുന്നു. ചില കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്, എന്നാലും ദൈവം നദിയോട് ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാനാണ്. നദിയോട് ദൈവത്തെ സൂക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ കാണാതെ പോയ ആടിനെ തൊഴുത്തിൽ നിന്നും കാണാതെ പോയ വിശുദ്ധിയും വേർപാടാണ് സഖായി എന്ന ആടിനെ. സഖായി തെറ്റിപ്പോയതാണ്, പക്ഷേ സഖായിയെ ആരെയും മടക്കി വരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ മടങ്ങി വരേണ്ടവരുണ്ട്. പ്രസംഗിക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും മടങ്ങി വരേണ്ടതുണ്ട്. ചിലതൊക്കെ നമ്മൾ വിട്ടുകളയേണ്ടതുണ്ട്. എങ്കിൽ കർത്താവ് പറയും, ഇവനും അബ്രഹാമിന്റെ മകനാകയാ, ഇവനും അബ്രഹാമിന്റെ മകളാകയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും.